ആകാശവാണി. നമസ്കാരം. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ഇപ്പോൾ കിട്ടിയ വാർത്ത. ജമ്മുവിൽ പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധിച്ചു. സത്വാരി വിമാനത്താവളം, സുഞ്ജുവാൻ, ജാനിപൂർ, ചൌധി എന്നീയിടങ്ങളിൽ ഡ്രോൺ ആക്രമണമുണ്ടായതായി വ്യോമസേന സ്ഥിരീകരിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ഉപയോഗിച്ച് എല്ലാ വ്യോമാക്രമണങ്ങളെയും സേന നിർവീര്യമാക്കി. ലേ ലഡാക്ക് മേഖലയിൽ സമ്പൂർണ്ണ ബ്ലാക്കൌട്ട് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാനും മുന്നറിയിപ്പുണ്ട്. മുൻകരുതൽ നടപടിയായി പൊതുജനങ്ങൾ വൈദ്യുതി ഉപകരണങ്ങളെല്ലാം ഓഫ് ആക്കണമെന്നും ഏതെങ്കിലും സാഹചര്യത്തിൽ വെളിച്ചം പുറത്തേക്ക് പോകുന്നത് തടയാൻ ജനാലകൾ മൂടണമെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടിയുണ്ടായാലും ഉചിതമായ മറുപടി നൽകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. പാകിസ്ഥാൻ അതിർത്തിയിലെ ഭീകരകേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം രാജ്യം ശക്തമായി പ്രതിരോധിച്ചതായി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരം നിർത്തിവച്ചു. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടന്ന മത്സരമാണ് നിർത്തിവച്ചത്. ദേശീയ സുരക്ഷ സംബന്ധിച്ച മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മന്ത്രാലയതല ഏകോപനവും തയ്യാറെടുപ്പും അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സെക്രട്ടറിമാർ പങ്കെടുത്തു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സദാ ജാഗരൂകരായിരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള വെബ് സീരീസ്, സിനിമകൾ, ഗാനങ്ങൾ, പോഡ്കാസ്റ്റുകൾ, മറ്റ് ഉള്ളടക്കങ്ങൾ എന്നിവ ഇന്ത്യയിൽ പ്രക്ഷേപണം ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശം. എല്ലാ OTT പ്ലാറ്റ്ഫോമുകളും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും അത്തരം ഉള്ളടക്കങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് ഉടൻ നിർത്തണമെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ബാധിക്കുന്ന യാതൊരു വിവരങ്ങളും പ്രചരിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി. ഒടുവിൽ കിട്ടിയ വാർത്തയനുസരിച്ച് സത്വാരി, സാംബ, RS പുര മേഖലകൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്ത 8 പാകിസ്ഥാൻ മിസൈലുകൾ ഇന്ത്യ നിർവീര്യമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.